വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ നിരക്ക് അപകടകരമായി പെരുകുകയാണ്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠന റിപ്പോർട്ട് പുറത്തുവന്നു. അതിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ നിരക്ക് 4% വർദ്ധിച്ചതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥി ആത്മഹത്യാ നിരക്ക് ജനസംഖ്യാ വളർച്ചാ നിരക്കിനെ മറികടന്നതായി കൂടി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഐസൻ ജോസ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. ഐസൻ, ഗുരുതരമായ ഒരു കണക്കുകൾ തന്നെയാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം റിപ്പോർട്ടിലെ ഉള്ളടക്കങ്ങൾ. തീർച്ചയായും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഇൻ്റർനാഷണൽ കരിയർ ആൻഡ് കോളേജ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ആ കോൺഫറൻസിൻ്റെ ഭാഗമായി പബ്ലിഷ് ചെയ്ത ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഉന്നയിച്ചൊരു വിഷയമാണ് നേരത്തെ തന്നെ. ആ വിഷയത്തിൽ പഠനം നടത്തിയത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നുള്ള വിദഗ്ധരെല്ലാം തന്നെ ചേർന്ന് നടത്തിയൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളെ ഉദ്ധരിച്ച് നടത്തിയ ഒരു പഠനമാണ്. ഈ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 4% വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചു. വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ നിരക്ക്, ആത്മഹത്യ ചെയ്യുന്നവരുടെ മൊത്തം കണക്കിലെ വിദ്യാർത്ഥികളുടെ എണ്ണം 4% വർദ്ധിച്ചിരിക്കുന്നു. അതായത് 2021 മുതൽ 2001 മുതലുള്ള വർഷങ്ങളിൽ, 21 വരെയുള്ള വർഷങ്ങളിൽ കാര്യമായൊരു വർധനവ് 4%ലേക്ക്, 1%ത്തിൽ നിന്നും 4%ലേറെ വളർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നൊരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതീവ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണത്. കാരണം ഈ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സ്റ്റുഡൻറ് കൗൺസിലിംഗ്, അതുപോലെ അക്കാഡമിക് സമ്മർദ്ദങ്ങൾ, അത്തരത്തിലുള്ള വിവിധങ്ങളായ വിഷയങ്ങളിൽ കാര്യക്ഷമമായൊരു ഇടപെടൽ സാധ്യമാകാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഈ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത്. അതായത് താല്പര്യമില്ലാത്ത കോഴ്സുകൾ പഠിക്കാൻ നിർബന്ധിക്കുക, അതുപോലെ തന്നെ റാഗിംഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇത്തരത്തിലുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ ഈ ആത്മഹത്യയ്ക്ക് ഒരു കാരണമാകുന്നുണ്ട്. മയക്കുമരുന്നിൻ്റെ സാധ്യതകൾ പോലും അതിൽ പറയുന്നുണ്ട് എങ്കിൽ കൂടി കാര്യമായൊരു പഠനം അത് സംബന്ധിച്ച് ലഭ്യമായിട്ടില്ല. നിലവിലെ ഈ ആത്മഹത്യാ റിപ്പോർട്ടുകളെല്ലാം തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് രാജ്യവ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ FIRകളിലെ കണക്കുകൾ വെച്ചാണ്. FIRകളിൽ ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനത്തിലെത്തിയ കണക്കുകൾ, അതായത് പൂർത്തീകരണത്തിലെത്തിയ ഒരു കണക്കുകൾ വെച്ചാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഫാമേഴ്സ് സൂയിസൈഡിനേക്കാൾ കൂടുതൽ ഈ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ വർദ്ധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർഷക ആത്മഹത്യകളെ അഭിസംബോധന ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ മറ്റുള്ള ഈ പൊതുവായ സാമൂഹ്യ കാരണങ്ങളാലുള്ള ആത്മഹത്യകളെ സാമൂഹ്യ ഇൻ്റർവെൻഷൻ വഴി, അല്ലെങ്കിൽ ഇൻ്റർവെൻഷണൽ സൈക്കോളജി വഴിയും അഭിസംബോധന ചെയ്യാവുന്ന വിഷയങ്ങളെ കാര്യക്ഷമമായി അഭിസംബോധന ചെയ്യുന്നതിൽ നിന്നുള്ള ആ ഒരു അശ്രദ്ധ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നൊരു കൃത്യമാർന്ന കണക്കിലേക്കാണ് പോകുന്നത്. കാരണം കർഷക ആത്മഹത്യ, അതുപോലെ തന്നെ ഈ കടബാധ്യത മൂലമുള്ള ആത്മഹത്യ, അത്തരത്തിലുള്ള വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഈ ഇൻ്റർവെൻഷൻ സൈക്കോളജിക്കൽ ഇടപെടലുകളെ കാര്യക്ഷമമായി വിദ്യാർത്ഥികളിലേക്ക് നടത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുന്നതിന് സാധിക്കുന്നില്ല എന്നൊരു ഗൗരവതരമായ വിഷയമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വിദ്യാർത്ഥികളിൽ പലവിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു. അതിലൊന്ന് റാഗിംഗ് ആണ്. അതുപോലെ തന്നെ മാനസിക കോഴ്സിൻ്റെ സമ്മർദ്ദങ്ങളുണ്ട്. അതുപോലെ തന്നെ താല്പര്യമില്ലാത്ത കോഴ്സുകൾ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ, വിവിധ അവസരങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസ മേഖല തിരഞ്ഞെടുക്കാൻ കുട്ടികൾക്ക് സാധിക്കാതെ വരുമ്പോൾ 24 വയസ്സിന് താഴെയുള്ള ആ ഒരു വിഭാഗത്തിന്, സ്റ്റുഡൻസ് വിഭാഗത്തിന് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു എന്നെല്ലാം തന്നെ റിപ്പോർട്ടിൽ പല വിശദാംശങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അതീവ ഗൗരവമായൊരു പഠന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. ഈ പഠന റിപ്പോർട്ടിൻ്റെ, അതായത് അതിനെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളെ അധികരിച്ച് നടന്ന പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധന നടത്തുമ്പോൾ വിദ്യാർത്ഥികളിൽ കൂടുതലായൊരു സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ സൈക്കോളജി എന്നൊക്കെ പറയുന്ന ഇടപെടൽ മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു രീതി, എന്താണ് അവരുടെ പ്രശ്നങ്ങളെന്ന് കണ്ടെത്തി അടിസ്ഥാനപരമായ ആ വിഷയത്തെ പരിഹരിക്കുന്നതിന് നമുക്കറിയാവുന്നതാണ്, മനഃശാസ്ത്രപരമായി പരിശോധിക്കുമ്പോൾ 15% ആത്മഹത്യകളും നടക്കുന്നത് ചില മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ മൂലമാണ്. അത് ബൈപോളർ ഡിസോർഡർ, അത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡറുകളെല്ലാം തന്നെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു കാരണമാണ്. എന്നാൽ 85% ആത്മഹത്യകളും എങ്ങനെയെങ്കിലും ലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ യുവമോർച്ച നേതാവ് ശ്രീ പി ശ്യാംരാജ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശ്യാംരാജ്, ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് NCRB പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി എന്തൊക്കെ രീതിയിലാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് എന്ന ചോദ്യം കൂടി. തീർച്ചയായിട്ടും വളരെ ദീർഘകാലമായിട്ട് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യം കൂടിയായിരുന്നു. നമ്മുടെ പാഠ്യപദ്ധതിയിലെ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രീതിയിലെയും കളൊക്കെ ഒരു വലിയ രീതിയിൽ അത് ഈ ഒരു കുട്ടികളുടെ ഒരു ഇത്തരത്തിലുള്ള ആത്മഹത്യ പ്രവണത അത് ഒരു കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് പലപ്പോഴും നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് തോന്നിയിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് സമ്മർദ്ദം താങ്ങാനായിട്ട് സാധിക്കാത്ത രീതിയിലോട്ടും വന്നിട്ടുണ്ട്.
അപ്പോൾ അതിന് മാറ്റമുണ്ടാകുന്ന രീതിയിലുള്ള നമ്മുടെ പാഠ്യപദ്ധതികളിലെ പരിഷ്കരണം, എനിക്ക് തോന്നുന്നു ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളമായിട്ടുള്ള പരിഷ്കരണങ്ങൾ വരുന്നുണ്ട്. കുട്ടികളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും അതോടൊപ്പം തന്നെ അവരെ കൂടുതൽ സന്തോഷവാന്മാരായിട്ട് കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു മാറ്റം കൂടി അതിന് വലിയൊരു കാരണമാണോ എന്നൊരു സംശയമുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് ഈ അമിതമായിട്ടുള്ള പല സോഷ്യൽ മീഡിയ പോലെയുള്ള ഇടങ്ങളിൽ മാത്രം ഇരിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ കളിക്കളങ്ങൾ ഇല്ലാതാവുന്നു. ഇപ്പൊ പണ്ടൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് ശാരീരികവുമായിട്ട് ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള കളിക്കളങ്ങൾ, ഗ്രൗണ്ടുകൾ, പൊതു ഇടങ്ങളൊക്കെ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സോഷ്യലായിട്ടുള്ള ഒരു ചിന്തയും ചർച്ചകളും കൂടി ഇതിനകത്ത് വേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പല ചർച്ചകളിലും കേട്ടിട്ടുണ്ട്, സ്കൂളുകളിൽ, ക്യാമ്പസുകളിൽ മാനസികാരോഗ്യ വിദഗ്ധരെ നമ്മൾ നിയമിക്കണം, കുട്ടികളുടെ വിഷയങ്ങൾ പഠിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിനകത്തൊരു പ്രശ്നം, വിഷയങ്ങൾ വന്നു കഴിഞ്ഞിട്ട് മാനസികാരോഗ്യ വിദഗ്ധരെ നിയമിക്കുന്നതിന് നല്ലത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ്. അതിന് സമഗ്രമായിട്ടുള്ള ഒരു പഠനം ആവശ്യമുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരെ കേവലമായിട്ട് ഈ പാഠ്യ പദ്ധതികൾക്ക് മാത്രമായിട്ട് കുട്ടികളെ പ്രഷർ ചെയ്യാതെ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുക, കളിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക, തുറന്ന ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കുക എന്നുള്ള പൊതുസമൂഹം, മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളും ചേർന്നിട്ടുള്ള ഒരു പൊതുസമൂഹത്തിന്റെ കൂട്ടായ ഒരു തീരുമാനത്തോട് കൂടിയിട്ട് മാത്രമേ ഇത് ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഞങ്ങൾക്ക് മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ, ഞാൻ എല്ലാവരും എന്ന് പറയുന്നില്ല, കുട്ടികളിൽ വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു കുറവ് വന്നിട്ടുണ്ട്. അത് പലപ്പോഴും ജീവിതത്തിലെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അത്തരം പ്രതിസന്ധികൾ തരണം ചെയ്യാത്തതാണ്. ഇപ്പൊ എല്ലാം ഈസി ആയിട്ട് അവൈലബിൾ ആകുന്നതോടുകൂടി പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളുടെ മുമ്പിൽ കുട്ടികൾ പകച്ചു നിൽക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ ജനൻ ടി വി തീർച്ചയായിട്ടും നടത്തിയതിന് വളരെ വലിയ കാര്യമാണ്. ഈ വിദ്യാർത്ഥി സമൂഹം, അധ്യാപകര്, മാതാപിതാക്കൾ, പൊതുസമൂഹം എല്ലാവരും കൂട്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ചർച്ചകളിലൂടെ കുട്ടികൾക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ഉല്ലാസം കൊടുത്ത് അതോടൊപ്പം തന്നെ ആത്മവിശ്വാസം മുന്നോട്ട്, അതിനകത്തും ഒരു പ്രശ്നം കൂടി ഉണ്ട്. പലപ്പോഴും നമ്മൾ വല്ലാതെ ഒരു സയന്റിഫിക് ആയി പോകുന്നോ അല്ലെ തിയററ്റിക് ആയി പോകുന്നോ എന്നൊരു സംശയം കൂടി എനിക്കുണ്ട്. കാരണം വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് ഓറിയന്റേഷൻ ക്ലാസ് കൊടുക്കാം, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാം. ഇങ്ങനത്തെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഓറിയന്റേഷൻ ക്യാമ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ മനഃശാസ്ത്ര വിദഗ്ധരുടെ അവൈലബിലിറ്റി ഒന്നും അല്ല പ്രശ്നം. ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും വളർന്നു വരാനുള്ള ചുറ്റുപാടുകൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാലഘട്ടം മാറുന്നതനുസരിച്ച്, ടെക്നോളജി മാറുന്നതനുസരിച്ച് മനുഷ്യ സമൂഹം പൊതുവായിട്ട് മാറുന്നതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായിട്ട് അവന് പ്രതിസന്ധികളെ തരണം ചെയ്യാനും മാനസിക ശാരീരിക ഉല്ലാസത്തിനും വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആ കാര്യങ്ങൾ അവന് ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ള ഒരു ചിന്തകളിലൂടെ അതിനു വേണ്ടിയിട്ടുള്ള ചില പ്രോസസ്സുകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം പാഠ്യപദ്ധതിയിലെ ഈ സിലബസിന്റെ കാര്യങ്ങളും ക്യാമ്പസുകളിൽ പറയുമ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഇല്ലാത്തത് പോലും ഒരുപക്ഷെ ഒരു കാരണമായി കണ്ടേക്കാം. കാരണം അമിതമായിട്ടുള്ള പ്രഷർ കുട്ടികളുടെ മേലെ വരുന്നു. ഇതൊരു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പോലും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരു വെറും പ്രൊഫഷണൽ മാത്രമായി തീർന്നു. അതായത് നമ്മളൊരു പ്രോഡക്റ്റിനെ നമ്മളൊരു സ്കൂളിൽ ഏൽപ്പിക്കുന്നു, ആ പ്രോഡക്റ്റിനെ മികച്ച മാർക്കറ്റ് വാല്യൂ ഉള്ളതാക്കി സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് തിരിച്ചയക്കുന്നു. ഇങ്ങനെ 100% പ്രൊഫഷണൽ എന്നുള്ള, ഞാൻ ആ വാക്ക് മനസ്സിലാകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, പ്രൊഫഷണൽ എന്ന് അതാണ് എന്ന് എനിക്കൊരു അഭിപ്രായവുമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥ കൂടി കഴിഞ്ഞ കുറെ കാലമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ മാതാപിതാക്കൾക്കിടയിലൊക്കെ വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോഴില്ലെങ്കിൽ കൂടി കഴിഞ്ഞൊരു 10 വർഷം മുമ്പൊക്കെ എന്റെ കുട്ടിക്ക് മലയാളം അറിയില്ല എന്ന് പറഞ്ഞാൽ അതെന്തോ വലിയ ഒരു ക്രെഡിറ്റ് ആയിട്ട് കരുതിയിരുന്ന മാതാപിതാക്കൾ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അപ്പോ ഇതൊന്നുമല്ല, അടിസ്ഥാനപരമായിട്ട് ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വളർന്നു വരേണ്ട എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോവുകയാണ് എന്നുള്ള ഒരു രീതിയിൽ മാതാപിതാക്കളും അധ്യാപകരും നമ്മൾ പൊതു ഇടങ്ങളിലുള്ളവരും ഒക്കെ ചേർന്ന് ഒരു തയ്യാറെടുപ്പുകൾ നടത്തി നമ്മുടെ കുട്ടികളോടൊപ്പം നിൽക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത്. എന്തായാലും ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തത് അഭിനന്ദനാർഹമാണ്. ഇനി ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ പറ്റുന്നത്. ശ്രീ ശ്യാംരാജ്, ദയവായി തുടരുക. കാരണം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി ഐസൻ ജോസ് കൂടി ചേരുകയാണ്. ഐസനും താങ്കളോട് ഒരു ചോദ്യം ഉന്നയിക്കാനുണ്ട്. ഐസനിലേക്ക്. ശ്യാംരാജ് കേൾക്കാമോ?
പറഞ്ഞോളൂ. തീർച്ചയായും ഐസൺ ജോസാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരങ്ങളനുസരിച്ച് ഏറ്റവും പുതിയൊരു ഒരു നിയമമുണ്ട്. 2017 മെൻ്റൽ ഹെൽത്ത് ആൻഡ് കെയർ ആക്ട് എന്ന് പറയുന്ന 2017 ഒരു നിയമമുണ്ട്, സമഗ്രമായ നിയമമുണ്ട്, കേന്ദ്ര നിയമമുണ്ട്. ഈ കേന്ദ്ര നിയമം കുട്ടികളുടെ എന്നല്ല, ഈ സമൂഹത്തിൻ്റെ മുഴുവൻ മനുഷ്യരുടെയും മാനസികാരോഗ്യം ഒരു അവകാശമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ അവകാശമായി പ്രഖ്യാപിക്കുന്ന മാനസികാരോഗ്യം നടപ്പാക്കുന്നതിലൊരു വീഴ്ച, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇതുമായി അനുബന്ധമായി പഠനത്തിനും അതുപോലുള്ള മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയുള്ള അതോറിറ്റി കമ്മിറ്റികളെല്ലാം സ്ഥാപിക്കുന്നതിന് വീഴ്ചകൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് നയരൂപീകരണം അടിയന്തരമായി ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതല്ലേ? നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥി നേതാക്കൾ, ഇപ്പോൾ യുവജന നേതാക്കൾ ഇക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങുമോ? അല്ല, തീർച്ചയായിട്ടും മുമ്പോട്ടിറങ്ങും. ഞാനതാണ് പറഞ്ഞത്. ഞാൻ ഈ വിഷയം എത്രമാത്രം പൊളിറ്റിക്കലാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ചിട്ട്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ചിട്ട് ഒന്ന് മാത്രം പരാമർശിച്ചിട്ട് നിർത്തി. ഇപ്പൊ നോക്കൂ, ഇപ്പോ ഞാൻ എന്നൊരു വിദ്യാർത്ഥി, അല്ല താങ്കൾ എന്ന വിദ്യാർത്ഥിക്ക് സയൻസ് വിഷയം ഇഷ്ടമാണ്, പക്ഷെ താങ്കൾ നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ്. പണ്ടാണെങ്കിൽ, പഴയ നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചിട്ടാണെങ്കിൽ താങ്കൾക്ക് സയൻസ് വിഷയം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുന്ന ആൾക്ക് താങ്കൾക്ക് മ്യൂസിക് പഠിക്കാൻ ഒരവസരം ഉണ്ടായിരുന്നില്ല. പക്ഷെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എന്താണോ ആ വിഷയം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഒരു അത്തരത്തിലുള്ള ഈ ന്യൂ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നമ്മുടെ പൊതുജനങ്ങളുടെയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും മാനസികവുമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ചിന്തകൾ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങൾ, അത് ഈ ആത്മഹത്യാ നിരക്കിന് മാത്രമല്ല, അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും നടപ്പാക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പൊ അതിന് ഉതകുന്നതായിട്ടുള്ള രീതിയിലുള്ള, ഇതൊരു അവകാശമാണ്, മാനസിക സ്വസ്ഥത എന്ന് പറയുന്നത് ഒരു അവകാശമാണ് എന്നുള്ള ഒരു ബോധ്യത്തിലുള്ള ഒരു പാഠ്യപദ്ധതി കേരളത്തിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ തന്നെ അതിനെ എതിർക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്കൂളുകളിലെ നിരന്തരമായിട്ടുള്ള, നമ്മളൊക്കെ എത്രയോ വിഷയങ്ങളിൽ സമരം ചെയ്തിരിക്കുന്നു. കൊച്ചുകുട്ടികളെ മാനസികമായിട്ട് പീഡിപ്പിച്ചത് മൂലം അവര് 2ാം നിലയിൽ നിന്ന് 3ാം നിലയിൽ നിന്നൊക്കെ സ്കൂളിന്റെ മുകളിൽ നിന്ന് കൊല്ലത്ത് കഴിഞ്ഞ 2017 ഒരു ഗൗരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ സംഭവം ഉണ്ടായി. അപ്പോൾ കേരളത്തിൽ സത്യസന്ധമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചിന്തയോ ഏതെങ്കിലും ഒരു ചർച്ചയോ അതിനുതകുന്ന രീതിയിലായിട്ടുള്ള പ്രവർത്തനങ്ങളോ നടക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ നടത്തി കുട്ടികൾക്ക് മാനസികമായിട്ട് കൂടുതൽ മുന്നേറാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള മറ്റ് നമ്മുടെ മുന്നോട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നത് തന്നെ ഉണ്ടാവും. ശ്യാംരാജ് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് ശക്തമായി പ്രവർത്തിച്ചൊരു വ്യക്തി കൂടിയാണ് ശ്യാംരാജ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദിക്കുന്നത്. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള ഒരു പൊതുബോധത്തോടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനും അതുപോലുള്ള സംവിധാനങ്ങൾക്കും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത് മാനസികമായി ശക്തിപ്പെടുത്തുന്നതിന് അനിവാര്യമാകുകയും ഇത്തരത്തിലുള്ള വിഷമഘട്ടങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ നേരിടാൻ അവരെ എക്വിപ്പ് ചെയ്യുന്നതിനും സാധിക്കുമെന്ന് ശ്യാംരാജിൻ്റെ അനുഭവത്തിൽ നിന്ന് തോന്നുന്നുണ്ടോ? 100%. നമ്മളൊക്കെ അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ തന്നെയാണല്ലോ. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ പോലെയൊക്കെയുള്ള ആളുകൾ വരുന്ന, ഈ പറഞ്ഞ പോലെ തന്നെയുള്ള വളരെ പിന്നോക്ക മേഖലകളിൽ നിന്ന് വരുന്ന സമയത്ത് ഈ ചങ്കു വിരിച്ച് തല ഉയർത്തി നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ്. അതുകൊണ്ട് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം വേണം, അല്ലെങ്കിൽ സ്കൂളുകളിൽ തന്നെ അതിന്റെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വേണം എന്ന് തന്നെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം അവിടെയാണ് അവൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പരിശീലിക്കുന്നത്. അവിടെയാണ് അവന്റെ സ്ഥിരമായിട്ടുള്ള സിലബസിൽ നിന്ന് മാറി അല്പനേരം ഒരു കവിത എഴുതാൻ വേണ്ടി പരിശീലിക്കുന്നത്. അവിടെയാണ് അവന്റെ ദൈനംദിന പാഠ്യ പദ്ധതികളിലെ പ്രഷറിൽ നിന്ന് മാറി ഒന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത്. അവിടെയാണ് അവൻ 100 കുട്ടികൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഒരു വിഷയത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നത്. പലപ്പോഴും ഇതിനകത്ത് പറ്റിയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസുകളിൽ അടിച്ചുവിട്ടിട്ടുള്ള അക്രമം, അത് മുഴുവൻ വിദ്യാർത്ഥികളും പലപ്പോഴും ചുമലിലേറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ABVP പോലുള്ള സംഘടനകൾ ക്രിയാത്മകമായിട്ട് ക്യാമ്പസുകളിൽ പഠിക്കുമ്പോൾ പോലും ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ അക്രമകരമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം മുഴുവൻ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ ഒരു ചീത്തപ്പേർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്താണോ കേരളത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ കാണിക്കുന്നത് അതല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ്, അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്, അത് വിദ്യാഭ്യാസ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. കരുത്തരായിട്ടുള്ള ശക്തരായിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെ സൃഷ്ടിക്കുന്ന
വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അതിന്റെ വലിയൊരു ഒരു കുറവ് നമ്മുടെ സ്കൂൾ ക്യാമ്പസ് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഭാരമായിട്ടുള്ള പ്രഷർ, ഇപ്പോൾ ഈ ഫിസിക്കലായിട്ടുള്ള അറ്റാക്ക് താരതമ്യേന ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിലോ കുറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഒരു പ്രശ്നം വരുന്നത് മാനസികമായിട്ടുള്ള ഒരു അറ്റാക്ക്, വല്ലാത്തൊരു പ്രഷർ കുട്ടികളുടെ മേലെ സ്കൂളുകളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒരു പരിധി വരെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു പ്രതിവിധി, എല്ലാ പ്രതിവിധിയൊന്നും ഞാൻ പറയാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും ഒരു പ്രതിവിധി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ക്യാമ്പസുകളിലും സ്കൂളുകളിലും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. നമ്മളൊക്കെ അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളുമാണ്. അതെ, തീർച്ചയായും വളരെ നന്ദി ശ്രീ ശ്യാംരാജാണ് വിശദമായി നമ്മളോടൊപ്പം പ്രതികരിച്ചത്. ഇപ്പോൾ ഡോക്ടർ അരുൺ ബി നായർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് NCRB ആണ്. ഈ കുട്ടികളിലെ ആത്മഹത്യാ നിരക്ക് ഈ ശതമാനം വർദ്ധിച്ചിരിക്കുന്നു കണക്കുകൾ പ്രകാരം. അതിൽ കൂടുതൽ ആൺകുട്ടികൾ എന്ന കണക്കും ഇതിൽ ദക്ഷിണ ഭാരതത്തിലെ കണക്കുകൾ എടുത്ത് നോക്കിയാലും വർധനവുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകം. തീർച്ചയായിട്ടും വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കുന്ന കണക്കുകൾ തന്നെയാണ് NCRB ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ ഒരു കലണ്ടർ ഇയറിൽ 13,000-ലധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു കണക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന മാനവ വിഭവശേഷിയാണ്. കാരണം ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ അവര് പഠിച്ച് പാസ്സായി പുറത്തിറങ്ങി ലോകത്തിന്റെ പല ഭാഗത്തും പലതരം ജോലികൾ ചെയ്ത് ഇന്ത്യയുടെ അഭിമാനം ലോകമെമ്പാടും ഉയർത്തിപ്പിടിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളായിരുന്നു. അപ്പൊ അവരെ നമുക്ക് നഷ്ടപ്പെടുക എന്നത് ഒരു വലിയ സാമൂഹ്യ പ്രതിസന്ധിയായിട്ട് തന്നെ നാം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ വ്യത്യസ്ത കാരണങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് കാലമായി പതിയെ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നിട്ടുള്ള ഒരു സാമൂഹിക വിച്ഛേദനം അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ, ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളെയാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ അടക്കമുള്ള സംഗതികളിലേക്ക് കൂടുതൽ താല്പര്യം വരികയും ചുറ്റുപാടുമുള്ള ലോകത്തിൽ വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും പതിയെ പിന്മാറി അവരുടേതായ ഒരു സ്വകാര്യ ലോകത്തിലേക്ക് കുട്ടികൾ ചുരുങ്ങിപ്പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് തന്നെ കാണുന്നുണ്ട്. കാരണം ജീവിതത്തിൽ ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയി തിരിച്ചടികൾ നേരിട്ട് അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ അതിജീവന ശേഷി അല്ലെങ്കിൽ റെസിലിയൻസ് വർദ്ധിച്ചു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അതിനുള്ള സ്വാഭാവികമായ അവസരങ്ങളാണ് പലപ്പോഴും ഈ സാമൂഹിക വിച്ഛേദനത്തിലൂടെ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. പിന്നെ തീർച്ചയായിട്ടും ഈ മാത്സര്യ വിദ്വേഷ ദുർഭാവങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ പരിസരം നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തും നിലവിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ മേല് അധ്യാപകരും മാതാപിതാക്കളും ചുറ്റുപാടുള്ള സമൂഹവും അടിച്ചേൽപ്പിക്കുന്ന ഒരു സമ്മർദ്ദം, ഇതൊക്കെ തീർച്ചയായിട്ടും വല്ലാതെ അവരെ പ്രയാസപ്പെടുത്തുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഇത്തരം വേളകളിൽ ഇതിനെ മറികടന്നു പോകാനായിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ താങ്ങായി നിൽക്കുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്സ് തന്നെയാണ്, മനുഷ്യബന്ധങ്ങൾ തന്നെയാണ്. 1938 ഹാർവാർഡ് സർവകലാശാല ആരംഭിച്ച് ഇപ്പോഴും തുടരുന്ന ഒരു പഠനമുണ്ട്, ഹാർവാർഡ് മനുഷ്യ വികസന പഠനം. ഒരു മനുഷ്യന്റെ ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് അയാൾ കുട്ടിക്കാലത്തും കൗമാരത്തിലും വികസിപ്പിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ ഒരു പഠനം പറയുന്നുണ്ട്. കാരണം ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങളുള്ള കുട്ടികളും കൗമാരപ്രായക്കാരും മാനസിക സമ്മർദ്ദം കുറവ് അനുഭവിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതശൈലി ജന്യ രോഗങ്ങൾ വരാൻ സാധ്യത കുറവാണ്. ലഹരി വസ്തുക്കളുടെ അടിമത്വത്തിലേക്ക് അവർ പോകാൻ സാധ്യത കുറവാണ്. വിഷാദം അടക്കമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അവർ പോകാനുള്ള സാധ്യതയും കുറവാണെന്നുള്ളത് ഈ പഠനം അടിവരയിടുന്ന ഒരു കാര്യമാണ്. ഇത്തരം സംഗതികൾ കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസ രീതിയും ചിന്താധാരയും അടിസ്ഥാനപരമായി മാറേണ്ടതുണ്ട്. ഇപ്പൊ ശ്രേഷ്ഠമായ തൊഴിലുകൾ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ പ്രവർത്തന മേഖലകൾ എന്നുള്ളൊരു കാഴ്ചപ്പാട് മാറ്റി ഏത് പ്രവർത്തന മേഖലയിലും ശ്രേഷ്ഠമായ രീതിയിൽ തൊഴിലെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് അഭിമാനകരം എന്നൊരു ചിന്താധാര വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു അടിസ്ഥാനപരമായ മാറ്റം വന്നാൽ തന്നെ ചില പ്രത്യേക കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സര പരീക്ഷകൾക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും കുട്ടികളുടെ അഭിരുചിക്ക് വിരുദ്ധമായി തന്നെ അവരെ സമ്മർദ്ദത്തിന് വിധേയമാക്കി ഇത്തരം മത്സരങ്ങൾക്ക് നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ മാറ്റം വരും. അപ്പോൾ കുട്ടികൾക്ക് അവരവരുടെ അഭിരുചിക്കനുസരിച്ച് അനുയോജ്യമായ ഉപരിപഠന മേഖല തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ നമ്മുടെ വിനോദം നമ്മുടെ പ്രധാന തൊഴിൽ മേഖലയായി മാറിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു ദിവസം പോലും നിങ്ങൾ മാനസിക സമ്മർദ്ദം അനുഭവിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് രണ്ടാമത്തെ ഒരു പ്രധാന സംഗതിയാണ്. മൂന്നാമത്തേത്, നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും
ഈ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആശയവിനിമയം പതിയെ പതിയെ ദുർബലമായി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിനും ഒരു പരിധിവരെ ഡിജിറ്റൽ വിപ്ലവം കാരണമായിട്ടുണ്ട്. മാതാപിതാക്കൾ അവരവരുടെ തിരക്കുകളിലാണ്, കുട്ടികളും സ്വാഭാവികമായും ഈ ഡിജിറ്റൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ കുട്ടികളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് മാതാപിതാക്കൾ അറിയാതെ പോകുന്ന ഒരു വളരെ ഭീതിതമായ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ തീരെ ചെറിയ പ്രായത്തിൽ, ഈ ഒരു 3 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് തന്നെ കുട്ടികളോടൊപ്പം 1 മണിക്കൂറെങ്കിലും സമയം ചെലവിടാൻ മാതാപിതാക്കൾ തയ്യാറാകണം. ഈ ഒരു ക്വാളിറ്റി ടൈം കുട്ടികളെ ഉപദേശിക്കാനോ ശാസിക്കാനോ കുറ്റപ്പെടുത്താനോ ഉള്ള സമയമല്ല, മറിച്ച് പ്രാഥമികമായും കുട്ടികൾ പറയുന്നത് കേൾക്കാനുള്ള സമയമായിട്ടാണ് മാതാപിതാക്കൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ആശയവിനിമയ ശേഷി മെച്ചപ്പെടും, അവരുടെ ആത്മവിശ്വാസം കൂടും. ഇതോടൊപ്പം ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ചെറിയ സംഭവവും തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും. അതോടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനാരോഗ്യകരമായ അനുഭവമോ സ്വാധീനമോ ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ തുടക്കത്തിലേ അത് തിരിച്ചറിയാനും അവിടെ ഫലപ്രദമായിട്ട് ഇടപെടാനും മാതാപിതാക്കൾ കഴിയും. 4ാമത്തെ ഒരു പ്രധാന ഘടകം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അത് മാനസികാരോഗ്യ സാക്ഷരത അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ലിറ്ററസി എന്ന് പറയുന്ന സംഗതിയാണ്. ഇപ്പൊ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഇപ്പോഴും സമൂഹത്തിൽ ഒട്ടേറെ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്, വിഷാദ രോഗമാണ് ലോകമെമ്പാടും കാണപ്പെടുന്ന ആത്മഹത്യയുടെ ഏറ്റവും സാധാരണവും ഏറ്റവും അനായാസം പ്രതിരോധിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള കാരണം. പക്ഷെ പലപ്പോഴും വിഷാദത്തിന്റെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളോ കുട്ടികൾ, വിദ്യാർത്ഥികൾ കാണിച്ചാൽ അത് മറച്ചുവെക്കാൻ അല്ലെങ്കിൽ നിസാരവൽക്കരിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോയാൽ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് എന്ന മട്ടിൽ അതിനെ നിസാരവൽക്കരിക്കാനുള്ള ഒരു പ്രവണത സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഇത് വളരെ അപകടകരമായൊരു കാര്യമാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നത് തലച്ചോറിന്റെ പ്രവർത്തനത്തിലെ വ്യത്യാസങ്ങളാണ്. അത് കൃത്യമായി ചികിത്സയിലൂടെ ഭേദപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്നൊരു തിരിച്ചറിവ് പൊതുസമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുവഴി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തുടക്കത്തിൽ തന്നെ വേണ്ട ചികിത്സ നൽകി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താനും പറ്റും. അതുവഴി നമുക്ക് ആത്മഹത്യകൾ തടയാനും പറ്റും. മറിച്ച് ഇതിനെ അവഗണിച്ചു പോയാൽ പലപ്പോഴും ആത്മഹത്യകളിലായിരിക്കും കലാശിക്കാനുള്ള സാധ്യത. തീർച്ചയായും ഡോക്ടർ, ഒരു ചോദ്യം കൂടി. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി ഐസൻ ജോസ് കൂടിയുണ്ട്. അദ്ദേഹത്തിൽ നിന്നും ഒരു ചോദ്യം കൂടി. ഡോക്ടർ, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, കേൾക്കുന്നുണ്ടോ ഞാൻ സംസാരിക്കുന്നത്? താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞു, ഈ കണക്ടിവിറ്റി, ഒരു ഇമോഷണൽ കണക്ടിവിറ്റി നഷ്ടപ്പെടുന്നതാണ് ഇത്തരത്തിൽ കുട്ടികളെ ഇത്തരത്തിലുള്ള ആത്മഹത്യകളിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറഞ്ഞു. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, അച്ഛനും അമ്മയും തിരക്കുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, നമ്മളുടെ കേരളത്തിലായാലും 76 വയസ്സ് വരെ ശരാശരി ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഒരു സാന്നിധ്യം വീടുകളിലുണ്ട് എന്ന് നമുക്ക് ഒരു പരിധി വരെ പറയാൻ സാധിക്കും. ഈ മുത്തശ്ശനും മുത്തശ്ശിക്കും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനെ ഈ കുട്ടികളെ ശക്തമായി പിന്തുണയ്ക്കുന്നതിന് സാധ്യമാവില്ല. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ജീവിത സാഹചര്യത്തിൽ അത് വലിയൊരു റിസോഴ്സായി പ്രയോജനപ്പെടും. തീർച്ചയായിട്ടും വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു നിരീക്ഷണമാണ്. പക്ഷെ പലപ്പോഴും കുടുംബങ്ങൾ കാണുന്ന ഒരു അവസ്ഥ, ഓരോ തലമുറയും മുൻ തലമുറയെ വിസ്മരിച്ച് അടുത്ത തലമുറയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ളത്. മാതാപിതാക്കൾ പലപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മുത്തശ്ശനെയും മുത്തശ്ശിയും അവഗണിച്ചുകൊണ്ട് ഈ കുട്ടികളുടെ പുറത്ത് സമ്മർദ്ദം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പകരം കുട്ടികൾക്കൊരു 4 വയസ്സ് 5 വയസ്സ് പ്രായമാകുന്ന ഘട്ടം തൊട്ട് തന്നെ ഈ വയോജനങ്ങളായ മുത്തച്ഛനോടും മുത്തശ്ശിയോടും കൂടുതൽ നേരം ഇടപെടാനുള്ളൊരു അവസരം കൊടുക്കണം. ഇത് 2 രീതിയിൽ ഗുണകരമാണ്. ഒന്ന്, ഈ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും അനുഭവങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് അറിവുകൾ ഈ കുട്ടികൾക്ക് വിനിമയം ചെയ്തു കൊടുക്കാൻ പറ്റും. കുട്ടികളുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ഒരു പരിധി വരെ സാധിക്കും. ഒരുപാട് ജീവിത നിപുണതകളും മൂല്യങ്ങളും പകർന്നു കൊടുക്കാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ ഈ കുട്ടികൾ വലുതായി വരുന്ന മുറയ്ക്ക് ഈ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും ആരോഗ്യ സംരക്ഷണത്തിൽ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കാവുന്നതാണ്. അതുവഴി ആ വയോജനങ്ങൾക്ക് പോലും പ്രയോജനം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടെ കഴിഞ്ഞ വർഷം ഞാൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. സമയ ബാങ്ക് അല്ലെങ്കിൽ ടൈം ബാങ്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ചില സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിലവിലുണ്ട്, സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള സ്ഥലങ്ങൾ. അപ്പൊ അവിടെയൊക്കെ ഒറ്റയ്ക്ക് കഴിയുന്ന വയോജനങ്ങൾ ഒരുപാടുള്ള പ്രദേശങ്ങളാണ്. അവിടെ കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ള ചെറുപ്പക്കാർക്ക് ഒരു അവസരം അവിടുത്തെ സാമൂഹ്യ നീതി വകുപ്പ് കൊടുത്തിരുന്നു. അതായത് ഈ ഒറ്റയ്ക്ക് കഴിയുന്ന വയോജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരെ സഹായിക്കാനായിട്ട് ഈ ചെറുപ്പക്കാർക്കൊരു അവസരമുണ്ട്. അത് വോളണ്ടറി സർവീസ് ആണ്, അതിന് പ്രതിഫലമോ മറ്റും ലഭിക്കില്ല. പക്ഷേ 1 വർഷമെങ്കിലും തുടർച്ചയായിട്ട് ഇത്തരത്തിൽ സേവനം നമ്മൾ നടത്തി കഴിഞ്ഞാൽ എത്ര മണിക്കൂർ നമ്മൾ അവരെ സേവിക്കുന്നോ അതൊരു ടൈം ബാങ്ക് പാസ്ബുക്ക് എന്ന് പറഞ്ഞ ഒരു സംഗതി ലഭിക്കും. ഇത്ര മണിക്കൂർ വയോജന സേവനം നടത്തി എന്നത് അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി ലഭിക്കും.
നാളെ ഒരു കാലത്ത് ഈ ചെറുപ്പക്കാർക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയാൽ, അവർക്ക് കുടുംബ അംഗങ്ങളുടെയോ മറ്റുള്ളവരുടെയോ സഹായം ലഭിക്കാത്ത ഒരു പ്രതിസന്ധി വന്നാൽ ഈ സമയ ബാങ്കിൽ നിന്ന് സമയം പിൻവലിക്കാൻ പറ്റും. സാമൂഹ്യനീതി വകുപ്പിലേക്ക് ഒരു സന്ദേശം അയച്ചാൽ ആ കാലത്തുള്ള ഏതെങ്കിലും ഇതേപോലെ ഒരു വോളണ്ടിയറിന്റെ സേവനം അവർക്ക് ലഭിക്കുകയും അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്യും. ഇതൊരു ആരോഗ്യകരമായ ഒരു മാതൃകയാണ്. കാരണം പലപ്പോഴും ഈ കൗമാരപ്രായക്കാർ ഒറ്റപ്പെട്ടു പോകുന്നത് അവരവരുടേതായ ഒരു സാങ്കല്പിക ലോകത്തിലേക്ക് ചുരുങ്ങി പോകുന്ന മൂലമാണ്. പക്ഷേ ഈ വയോജനങ്ങളായ വ്യക്തികളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചാൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ കൗമാരപ്രായക്കാർക്കും യുവാക്കൾക്കും ഒരു അവസരം ലഭിക്കും. യഥാർത്ഥ ജീവിതത്തിലെ തിരിച്ചടികൾ എന്താണ്, പ്രതിസന്ധികൾ എന്താണ്, അത് അവരുടെ മനോഭാവത്തിൽ തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തമാണ്. ഒറ്റയ്ക്ക് കഴിയുന്ന വയോജനങ്ങൾക്കും അതൊരു സഹായമാവുകയും ചെയ്യും. തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ പ്രതികരിച്ചതിന്.